നമുക്ക് നമ്മുടെ ACCയിലെ സ്കിൽ ലെവലിലെ FR പേപ്പർ, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പർ എങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, എക്സാം പാറ്റേൺ എങ്ങനെ വരുന്നത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് റിൻഷ, ഐ എം എൻ ACCA സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാം പാറ്റേൺ എങ്ങനെയാണ് FR പേപ്പറിൻ്റെ എന്ന് നോക്കി നോക്കാം. ആസ് യു നോ, നമുക്ക് എക്സാം 100 മാർക്കിന് തന്നെയാണ്, നമുക്ക് 50% തന്നെയാണ് പാസ്സാവാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ FR പേപ്പറിൽ 3 സെക്ഷനായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സെക്ഷൻ A, സെക്ഷൻ B ആൻഡ് സെക്ഷൻ C. ഈ സെക്ഷൻ എയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 30 മാർക്കിനാണ് ടോട്ടൽ ഉണ്ടാവുക. നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ 2 മാർക്കായിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് സെക്ഷൻ 8th ക്വസ്റ്റ്യൻ ലൈക്ക് MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, ചിലതിൽ നമ്മൾ ടൈപ്പ് ആക്കേണ്ടി വരും, ഫൈനൽ ആൻസർ കാൽക്കുലേഷൻ ചില ക്വസ്റ്റ്യനിൽ മാത്രം. പിന്നെ നമുക്ക് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ OTQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അതായത് ഒരു വലിയ സിനാരിയോ ഉണ്ടാവും, അതിനെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ 2 മാർക്കാണ് ഉണ്ടാവുക. അങ്ങനെ 3 സിനാരിയോസ് ഉണ്ടാകും. അപ്പോൾ ഓരോ സിനാരിയോ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഓരോ സിനാരിയോക്ക് 10 മാർക്ക്. അപ്പോൾ അങ്ങനെ 10, 10, 10, 30 മാർക്ക്. അപ്പോൾ സെക്ഷൻ ബിയിലും ലൈക്ക് നമുക്ക് 13 മാർക്കിനാണ് ലൈക്ക് ഉണ്ടാവുക. സെക്ഷൻ സിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 40 മാർക്കിനാണ് ഉണ്ടാവുക. ഒരു FS പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യന്, പിന്നെ റേഷ്യോന്റെ ക്വസ്റ്റ്യനും ഉണ്ടാവും. ഇപ്പൊ നമുക്ക് FSന്റെ സിംഗിൾ എൻറ്റിറ്റിന്റെ ചോദിച്ചെങ്കിൽ റേഷ്യോ ലൈക്ക് കൺസോൾട്ടേഷന്റെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇനി ഇത് കൺസോൾട്ടേഷനെ ചോദിച്ചെങ്കിൽ റേഷ്യോ നമുക്ക് സിംഗിൾ എൻറ്റിറ്റിന്റെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ലൈക്ക് FRന്റെ എക്സാം പാറ്റേൺ രീതി വരുന്നത്. FR പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൽ ലെവലിൽ കുറച്ചും കൂടി ഈസി പേപ്പർ FR പേപ്പറാണ്. FR പേപ്പറും ടാക്സ് പേപ്പറും. അപ്പോൾ നോളേജിൽ നിന്ന് ലൈക്ക് സ്കില്ലിലേക്ക് വരുന്നവർ ഫസ്റ്റ് ചൂസ് ആക്കുന്നത് FR അല്ലെങ്കിൽ ടാക്സ് ആയിരിക്കും. ഇപ്പോൾ ബാക്കി പേപ്പേഴ്സിനെ ലൈക്ക് കമ്പയർ ചെയ്യുമ്പോൾ PM, AA, FM അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ FR ആണ് കുറച്ചും കൂടി ഈസി. പിന്നെ നിങ്ങൾക്ക് നോളേജ് ലെവലത്തെ FA പേപ്പർ ലൈക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേപ്പർ ഇഷ്ടമാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം FA പേപ്പറിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആണ് FR പേപ്പർ നമുക്ക് ഉണ്ടാവുക. പിന്നെ FRന്റെ അഡ്വാൻസ് ആണ് ലൈക്ക് നമുക്ക് P ലെവലില് SBR പറഞ്ഞിട്ടുള്ള പേപ്പർ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വരുന്ന മെസ്സേജസ് ലൈക്ക് FRനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏതൊക്കെ ടോപ്പിക്ക് ലൈക്ക് നമുക്ക് സ്കിപ്പാക്കാൻ പറ്റും എന്നൊരു രീതിയിലാണ് ലൈക്ക് എന്നോട് ചോദിക്കാറ്. നമ്മൾ ഒരു ടോപ്പിക്കും ലൈക്ക് സ്കിപ്പാക്കാൻ പാടില്ല. കാരണം ACC എവിടെ നിന്നാ ക്വസ്റ്റ്യൻസ് ഇടാൻ നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചാലും എല്ലാം ടോപ്പിക്സും എല്ലാം സിലബസ് ലൈക്ക് കവർ ചെയ്യാനുള്ള ടൈം ഉണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം അത് കവർ ചെയ്യാൻ നോക്കുക, നല്ലോണം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആക്കുക. അല്ലാതെ ടോപ്പിക്ക് ഏതെങ്കിലും സ്കിപ്പാക്കുക എന്ന രീതിയിലാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കുറയും. സോ ഒരു ടോപ്പിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇപ്പോൾ തുടങ്ങിയാലും നിങ്ങൾക്ക് എല്ലാം കവർ ആക്കാനുള്ള ടൈം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് സ്കിപ്പ് ആക്കരുത് ഒന്നും. നമുക്കപ്പോൾ ഓരോരോ സെക്ഷനിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദിക്കാനോ കുറച്ചും കൂടി ചാൻസ് എന്ന് പറയാം. സെക്ഷൻ എ ലൈക്ക് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സിലബസിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും ലൈക്ക് സെക്ഷൻ എന്ന് ലൈക്ക് ചോദിക്കാം. സെക്ഷൻ എയിൽ നിങ്ങൾ സ്കിപ്പ് ആക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കൺസോൾട്ടേഷന്റെ MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നമ്മൾ സെക്ഷൻ സിത്തെ കൺസോൾട്ടേഷന്റെ ക്വസ്റ്റ്യൻ നന്നായി ചെയ്ത് പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ സെക്ഷൻ A MCQ രീതിയിൽ കൺസോൾട്ടേഷന്റെ ക്വസ്റ്റ്യനും സിംഗിൾ എൻറ്റിറ്റിന്റെ ക്വസ്റ്റ്യനൊക്കെ സ്കിപ്പ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൺസോൾട്ടേഷന്റെ ഏരിയാസ് ലൈക്ക് സ്കിപ്പ് ആക്കാണ്ടിരിക്കുക. MCQയും കൺസോൾട്ടേഷന്റെ കിറ്റത്തെ നല്ലോണം പ്രാക്ടീസ് ആക്കുക. കാരണം നമുക്കതെന്നും ലാസ്റ്റിക്ക് എത്തുമ്പോഴാണ് ഓർമ്മ വരിക കൺസോൾട്ടേഷന്റെ MCQ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. ബാക്കി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ലൈക്ക് നമ്മൾ കവർ ചെയ്ത് പോകും. അപ്പോൾ ആ ഏരിയ ലൈക്ക് നിങ്ങൾ എന്തായാലും ചെയ്യാൻ മറന്നു പോകാണ്ടിരിക്കുക. സെക്ഷൻ Bയിൽ നമുക്കിനി ഏതൊക്കെ ചോദിക്കുക എന്ന് നമുക്ക് ലൈക്ക് നോക്കാം. ഞാൻ അവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പറയാൻ ലൈക്ക് വിട്ടുപോകും. അപ്പോൾ സെക്ഷൻ ബിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സെക്ഷൻ എയും ചിലപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യും, ചിലപ്പോൾ സെക്ഷൻ സിയും നന്നായിട്ട് ചെയ്യും. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ആക്കുക സെക്ഷൻ സി ആയിരിക്കും. സെക്ഷൻ ബി നല്ലോണം പ്രാക്ടീസ് ആക്കണം. കാരണം ഒരു സിനാരിയോനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് ചെയ്ത് ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്ക് ആ സിനാരിയോന്ന് പിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് സെക്ഷൻ ബിന്റെ ടോപ്പിക്ക് ഏതൊക്കെ ഏരിയാസ് വരാൻ ചാൻസ് ഉള്ളത് നോക്കാം. സെക്ഷൻ
ബിയിൽ റവന്യൂ ലൈക്ക് വരാൻ നല്ല ചാൻസ് ആണ്. അപ്പോൾ റവന്യൂവിൻ്റെ ഇപ്പോൾ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പോൾ എന്തുകൊണ്ട് ലൈക്ക് സെക്ഷൻ ബിൻ്റെ കപ്ലാനും BPP നോക്കുക, റവന്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്റ്റെക്കായി പോകും. ആ സ്റ്റെക്കായി പോകുമ്പോൾ നിങ്ങൾ എവിടെയാണ് ലൈക്ക് സ്റ്റെക്കായി പോകുന്നത്, അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റെക്ക് ആവണമെന്ന് നോക്കുക. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ടാണോ നിങ്ങൾ സ്റ്റെക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടാണോ സ്റ്റെക്ക് ആവുന്നത് എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോട്ട് ഡൗൺ ചെയ്യുക, പിറ്റേ ദിവസം ചെയ്യുക, അടുത്ത ദിവസം ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ലൈക്ക് നന്നായിട്ട് ലൈക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ലൈക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എഫക്റ്റീവ് ആയിട്ടുള്ള മാറുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ എടുത്ത് ആൻസറിലേക്ക് നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യനിൽ ആൻസറിലേക്ക് എത്തിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ആ ആൻസർ നമുക്ക് കിട്ടിയില്ല എന്ന രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ IAS 16 ഏരിയ നോക്കുക. ഞാനിതിൽ ഏതെങ്കിലും ഏരിയാസിലേക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. IAS 16 ഏരിയാസ് നോക്കുക. പിന്നെ IAS 38, പിന്നെ IAS 36 Forex, പിന്നെ IAS 2 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് നോക്കുക, ലീസ് നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ലൈക്ക് സെക്ഷൻ ബിയിൽ നല്ലോണം ലൈക്ക് പ്രാക്ടീസ് ആക്കുക. പിന്നെ നമുക്ക് ഇനി സെക്ഷൻ സിയിലേക്ക് ലൈക്ക് നമുക്ക് പോകാം. സെക്ഷൻ സിയിൽ ലൈക്ക് ഒന്നിലേക്ക് നമുക്ക് 20 മാർക്കിന് FS സിംഗിൾ എൻറ്റിറ്റിൻ്റെ ചോദിക്കും, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ചോദിക്കും. ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഫസ്റ്റ് സെറ്റിൽ കൺസോൾട്ടേഷൻ ആണ് FSൽ ചോദിച്ചെങ്കിൽ റേഷ്യോയിൽ നമുക്ക് സിംഗിൾ എൻറ്റിറ്റിയാണ് ചോദിക്കാൻ ചാൻസ്. ഇവിടെ സിംഗിൾ എൻറ്റിറ്റി ചോദിക്കുകയാണെങ്കിൽ റേഷ്യോയിലേക്ക് നമുക്ക് കൺസോൾട്ടേഷൻ ചോദിക്കാനാണ് ചാൻസ്. മെയിനായിട്ട് FRലേക്ക് നമ്മൾ സ്കോർ ചെയ്യുന്നത് സെക്ഷൻ സിയിൽ നിന്നാണ്. സെക്ഷൻ സി സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ FR എന്തായാലും ലൈക്ക് പാസ്സാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് FRൽ എല്ലാവരും നല്ല മാർക്ക് കിട്ടുന്നത് സെക്ഷൻ സി കാരനാണ്. അപ്പോൾ നമുക്ക് റേഷ്യോൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ലൈക്ക് നമ്മുടെ ഒരു എൻറ്റിറ്റീനെ 2 പീരീഡായിട്ട് കമ്പയർ ചെയ്യാൻ പറയും. ഇപ്പോൾ 2015 അല്ലെങ്കിൽ 2016 അങ്ങനെ കമ്പയർ ചെയ്തിട്ട് റേഷ്യോ ലൈക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളോട് എഴുതാനായിട്ട് ലൈക്ക് പറയും. അല്ലെങ്കിൽ നമ്മൾ 2 എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ഉണ്ടാവില്ലേ, അതായത് ഇപ്പോൾ ABC കമ്പനി അല്ലെങ്കിൽ പിന്നെ BCD കമ്പനി, ഓക്കെ ഞാൻ ഉണ്ടാക്കിയ കമ്പനിയുടെ പേരാണ്. അപ്പോൾ ആ കമ്പനീൻ്റെ 2 പീരീഡ് ഇപ്പോൾ 2015 ലൈക്ക് സെയിം പീരീഡ് കമ്പയർ ആക്കാൻ പറയും, അല്ലെങ്കിൽ സെക്ടർ ആവറേജ് വെച്ചിട്ട് കമ്പയർ ആക്കാൻ പറയും, അല്ലെങ്കിൽ അണ്ടർലൈൻ റേഷ്യോസ് വെച്ച് കമ്പയർ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എക്വിസിഷൻ ഓഫ് സബ്സിഡറി അല്ലെങ്കിൽ ഡിസ്പോസൽ ഓഫ് സബ്സിഡറി. പിന്നെ CEOൻ്റെ കമൻറ്റ് അതും ചോദിക്കും. CEOൻ്റെ കമൻറ്റ് പറയുമ്പോൾ അയാളേക്ക് എക്സ്പെക്ട് ചെയ്തത് പ്രോഫിറ്റ് ഇത്ര ആവും എന്നായിരുന്നു, എന്തുകൊണ്ട് പ്രോഫിറ്റ് ഇത്ര ശതമാനം കൂടിയില്ല, അപ്പോൾ അയാൾക്ക് റെസ്പോൺസ് ആയിട്ടുള്ളത് അങ്ങനെ ലൈക്ക് റേഷ്യോസ് വരും. ഇനി റേഷ്യോൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഏരിയ ആയിരുന്നു റേഷ്യോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് റേഷ്യോ ഒക്കെ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു എൻ്റെ എക്സാം ടൈമിൽ. അത് എൻ്റെ ലാസ്റ്റത്തെ 10 ദിവസം എനിക്ക് എല്ലാം കഴിഞ്ഞു, എൻ്റെ എല്ലാം സ്റ്റാൻഡേർഡ്സ് നോക്കിക്കഴിഞ്ഞു, ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു, ലൈക്ക് കപ്ലൈൻ ചെയ്ത് കഴിഞ്ഞു 2-3 വട്ടം. അപ്പോൾ പിന്നെ എനിക്ക് ഒരു പണിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ റേഷ്യോ എങ്ങനെയും സെറ്റ് ആക്കണം, ഇത് എന്തായാലും പാസ്സാവണമെങ്കിൽ ലൈക്ക് ഫാക്കൽറ്റി പറയുന്നു റേഷ്യോ പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഫെയിൽ ആവും എന്നുള്ളത്. അങ്ങനെ ലാസ്റ്റത്തെ 10 ഡേയ്സിൽ ഇരുന്നിട്ടാണ് റേഷ്യോ ലൈക്ക് സെറ്റ് ആക്കിയത്. അപ്പോൾ റേഷ്യോ ലൈക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്ലൈനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും റേഷ്യോൻ്റെ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ലൈക്ക് റേഷ്യോൻ്റെ ചെയ്യുമ്പോൾ നമുക്കൊന്നും കിട്ടൂല. അതായത് നമ്മൾ ആൻസർ കീ നോക്കുമ്പോൾ അവരെഴുതിയതും നമ്മളെഴുതിയതും ലൈക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് വെരി നോർമൽ. നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻസ് എടുക്കുക, ഒരു ക്വസ്റ്റ്യൻ തന്നെ 2-3 വട്ടം റേഷ്യോ ലൈക്ക് ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക, എന്തായാലും നിങ്ങൾക്ക് റേഷ്യോ കിട്ടും. നമുക്ക് ഒരു പോയിന്റ് ഓഫ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഷ്യോ നമുക്ക് തന്നെ ലൈക്ക് റീസൺസ് വന്ന് നമുക്ക് തന്നെ ലൈക്ക് അത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ റേഷ്യോ ഇപ്പോൾ ലൈക്ക് ടഫാണ് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട, എന്തായാലും നിങ്ങൾക്ക് റേഷ്യോ സെറ്റ് ആവും. പക്ഷെ നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്താലാണ് റേഷ്യോ ലൈക്ക് സെറ്റ് ആവാൻ ചാൻസ് ഉള്ളൂ. അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ലൈക്ക് എഫേർട്ട് വേണം. ഫാക്കൽറ്റീസിന് ഒരിക്കലും പഠിപ്പിക്കാൻ ലൈക്ക് ഒരു ലിമിറ്റുള്ള ഏരിയ ആണ് FRൽ ലൈക്ക് റേഷ്യോ. അപ്പോൾ അത് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് റേഷ്യോ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഏത് കിറ്റ് ഏത് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ സ്റ്റഡി ഹബ്ബ് മസ്റ്റായിട്ട് ലൈക്ക് നോക്കുക. സ്റ്റഡി ഹബ്ബത്തെ ക്വസ്റ്റ്യൻസ് ലൈക്ക് 2 വട്ടം ചെയ്ത് അത്രയും നല്ലത്. ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റും.
ഒരു ഫെബ്രുവരി, ഈ മാർച്ച് സെഷനിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫെബ്രുവരിയിൽ ആകെ 28 ദിവസമുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഡേയ്സ് കുറവാണ്. ഫെബ്രുവരി തീരണതേ ലൈക്ക് നമുക്ക് അറിയൂല. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, ലൈക്ക് ഇനി ഫെബ്രുവരി 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് വൃത്തിക്ക് ചെയ്ത് 2 വട്ടം കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പിന്നെ കപ്ലാൻ ചെയ്യണോ BPP ചെയ്യണോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കപ്ലാനാണ് 2-3 വട്ടം ചെയ്തിരിക്കുന്നത്. കപ്ലാൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എനിക്ക് ആൻസേഴ്സ് ലൈക്ക് ഓപ്ഷൻസ് ലൈക്ക് ഓർമ്മ വരുമായിരുന്നു. അങ്ങനെ ഞാൻ കപ്ലാൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിരിക്കുന്നു. കാരണം എൻ്റെ ഫസ്റ്റത്തെ സ്കിൽ ലെവൽ പേപ്പറും കൂടി ആയിരുന്നു. പിന്നെ BPP ഞാനും ഒരു വട്ടമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ FR. പിന്നെ നമുക്ക് CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ മോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മോക്കിൽ നമുക്ക് ലാസ്റ്റ് ലൈക്ക് എല്ലാം നമ്മൾ സിലബസ് കവർ ചെയ്യില്ല, അപ്പോൾ നമുക്ക് ആ മോക്ക് ചെയ്താൽ മതി. അത് നമുക്ക് റിയൽ എക്സാം എങ്ങനെയാണാവോ അതേപോലെയാണ് നമുക്ക് CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോമത്തെ മോക്ക്. പിന്നെ നിങ്ങൾക്ക് കപ്ലാൻ്റെ ബാക്കിൽ കുറേ മോക്കുകൾ അവൈലബിൾ ആണ്, BPPൻ്റെ മോക്ക് അവൈലബിൾ ആണ്. മോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്തിനാണ് മോക്ക് ചെയ്യണത്? ടൈം മാനേജ്മെൻറ്റ് ശരിയാവാനാണ്. അപ്പോൾ കറക്റ്റ് 3 hour ടൈം വെച്ചിട്ട് ചെയ്യുക, അല്ലാതെ മോക്ക് വെറുതെ എഴുതിയിട്ടൊരു കാര്യമില്ല. നമ്മൾ മോക്കൊക്കെ പ്രാക്ടീസ് ആക്കുന്നത് ടൈം നമുക്ക് എത്ര ലൈക്ക് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിൽ എന്താവും, നമുക്ക് ടൈം തികയാത്തൊരു പ്രശ്നം വരും. അങ്ങനെ തികയാത്തത് വരുന്നത് നമ്മൾ ഒന്നില്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ്. ഇനി അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് മോക്കൾ നന്നായിട്ട് ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾ അത് ലൈക്ക് സെറ്റ് ചെയ്ത് ഇത്ര ടൈമിൽ സെക്ഷനെ തീർക്കും. അപ്പോൾ ആ ടൈമിൽ തീർന്നിട്ടില്ലെങ്കിലും നിങ്ങൾ സെക്ഷൻ ബിയിലേക്ക് വരിക. ആ മറ്റേ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ലൈക്ക് ഫ്ലാഗ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കുറേ നേരം ടൈം നിങ്ങൾ മെയിൻ എക്സാമിൽ ലൈക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഏരിയാസ് ചെയ്യാൻ ലാസ്റ്റ് ലൈക്ക് ടൈം കിട്ടില്ല. അപ്പോൾ അത് നല്ലോണം ലൈക്ക് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ലൈക്ക് സെക്ഷൻ C ലൈക്ക് പ്രാക്ടീസ് ആക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നോട്ട്ബുക്കിൽ ചെയ്യരുത്. സെക്ഷൻ C നിങ്ങൾ സെക്ഷൻ Aയും Bയും നമുക്ക് നോട്ട്ബുക്ക് ലൈക്ക് പെൻ ആൻഡ് പേപ്പറിൽ ചെയ്യാം. ലാസ്റ്റത്തെ ആൻസറാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുക. പക്ഷേ എന്താണ്, ഈ സെക്ഷൻ C നിങ്ങൾ എക്സലിൽ തന്നെ ചെയ്യണം. ഈ എക്സൽ ലൈക്ക് നമുക്ക് അധികം പരിചയം ഉണ്ടാവില്ല ചിലവർക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയാണ് എക്സൽ ലൈക്ക് നമുക്കൊരു യൂസ്ഡ് ആയി വരുള്ളൂ. അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ പെൻ ആൻഡ് പേപ്പറിൽ എക്സലിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ലാസ്റ്റിക്ക് ഒന്നും ചെയ്യാൻ കിട്ടില്ല. എൻ്റെ അടുത്ത് ലൈക്ക് എനിക്ക് വന്നൊരു മെസ്സേജ് ആയിരുന്നു, എക്സൽ ചെയ്യാൻ അറിയില്ല, ഇപ്പോഴും പെൻ ആൻഡ് പേപ്പറിൽ ചെയ്യുന്നതെന്ന്. കഴിഞ്ഞ സെഷനിൽ എനിക്ക് വന്ന മെസ്സേജ് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട്. എന്നിട്ട് ഞാൻ ലൈക്ക് ആളോട് പറഞ്ഞിരുന്നു എന്തായാലും പെൻ ആൻഡ് പേപ്പർ യൂസ് ആക്കരുത്, എക്സൽ തന്നെ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സൽ ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചെയ്തു തുടങ്ങിയാലാണ് നിങ്ങൾക്ക് ലാസ്റ്റിക്ക് എത്തുമ്പോൾ ആ ടൈപ്പിംഗ് സ്പീഡ് വരുള്ളൂ, ഫോർമുലാസ് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ പെൻ ആൻഡ് പേപ്പറിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എക്സൽ ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ആക്കുക. ഒരിക്കലും പെൻ ആൻഡ് പേപ്പറിൽ സെക്ഷൻ C പ്രാക്ടീസ് ആക്കാനേ നിൽക്കരുത്. ഇത്രയും നേരം നമ്മൾ FRനെ കുറിച്ച് കുറച്ചധികം ലൈക്ക് ഡിസ്കസ് ചെയ്തു. ഇനി എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനെ കുറിച്ചാണ്. നിങ്ങൾ ലാസ്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾ ലൈക്ക് കൺഫേം ആക്കേണ്ട ഒരു സംഭവമാണ് ലൈക്ക് എക്സാമിനേഴ്സ് റിപ്പോർട്ട് ചെയ്തോ എന്നുള്ളത്. എക്സാമിനേഴ്സ് റിപ്പോർട്ട് ലൈക്ക് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ FR ACC എക്സാമിനേഴ്സ് റിപ്പോർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് കിട്ടും. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഉണ്ടാവുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ മെയിൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് തെറ്റിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എക്സാമിനേഴ്സ് റിപ്പോർട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ ആ PDF-ൽ. അതെന്തായാലും ചെയ്തു എന്ന് ലൈക്ക് കൺഫേം ആക്കുക ലാസ്റ്റ് ടൈമിൽ. പിന്നെ കപ്ലാൻ്റെ കിറ്റ് നിങ്ങൾ 2 വട്ടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. BPPൻ്റെ ലൈക്ക് ടൈം കിട്ടുകയാണെങ്കിൽ മാത്രം 2 വട്ടം ചെയ്താൽ മതി, അല്ലെങ്കിൽ ലൈക്ക് 1 വട്ടമൊക്കെ ചെയ്താൽ മതി. സ്റ്റഡി ഹബ് എന്തായാലും ലൈക്ക് കംപ്ലീറ്റ് ആക്കുക. സെക്ഷൻ C നല്ലോണം പ്രാക്ടീസ് ആക്കുക. റേഷ്യോൻ്റെ ക്വസ്റ്റ്യൻ നല്ലോണം ചെയ്യുക. സെക്ഷൻ Cയിൽ ഒരു ഏരിയാസും ലൈക്ക് നിങ്ങൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് നമ്മുടെ ഭാഗ്യം കൂടുതൽ കാരണം നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത ഏരിയയ്ക്കും നമ്മുടെ മുന്നിൽ ഫസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഒരു ഏരിയയും ലൈക്ക് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. നമ്മളുടെ പാർട്ടിൽ നിന്ന് ലൈക്ക് ഇത്രയൊക്കെ ഏരിയാസ് ലൈക്ക് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു എന്ന് ലൈക്ക് കൺഫേം ആക്കുക. ബാക്കിയൊക്കെ റിസൾട്ട് പാസ്സാവോ ഫെയിലാവോ അതൊക്കെ എന്താച്ചായിക്കോട്ടെ. നമ്മൾ ലൈക്ക് ടെൻഷൻ അടിച്ച് പഠിക്കുമ്പോൾ ഭയങ്കര നമുക്ക് സ്ട്രെസ്സ് വരും. ഈ പറയുന്ന ഞാനാണെങ്കിലും ഒരു ടൈമിൽ പാസ്സാവോ എന്നാലോചിച്ചിട്ട് നല്ലോണം ടെൻഷൻ അടിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാസ്സാവോ ഫെയിലാവോ അങ്ങനത്തെ റിസൾട്ടിനെ നിങ്ങളെ കുറിച്ച് ആലോചിക്കാണ്ട് എല്ലാം സിലബസ് കവറാക്കുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഫുൾ പക്കയാക്കുക. പിന്നെ ബാക്കിയൊക്കെ എന്താച്ചായിക്കോട്ടെ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് ഇരിക്കുക. പിന്നെ നമുക്ക് റിസൾട്ട് വരുന്ന തലേ ദിവസം ടെൻഷൻ അടിക്കാം.
എക്സാമിന് പോകുമ്പോൾ ലൈക്ക് നല്ലോണം മൈൻഡൊക്കെ റിലാക്സ് ആക്കി നിങ്ങൾ ലൈക്ക് പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ലൈക്ക് FRനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കുറച്ചധികം ലേറ്റായി എന്ന് എനിക്കറിയാം. ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടു, അതുകൊണ്ടാണ് ഇത്രയും വീഡിയോസ് ലൈക്ക് ലേറ്റ് ആയതും ഇത്രയും ദിവസം ലൈക്ക് വീഡിയോസ് ഇല്ലാതിരുന്നതും ഒക്കെ കാരണം. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഏത് സബ്ജക്റ്റിന് ലൈക്ക് പറയണമെന്ന് ലൈക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സബ്ജക്റ്റ് ലൈക്ക് ചെയ്യാം. എനിക്ക് FR ഫസ്റ്റ് ചെയ്യാൻ കാരണം എനിക്ക് അത്രയും മെസ്സേജസ് FRനെ കുറിച്ചിട്ടായിരുന്നു. അതാണ് ഞാൻ ഫസ്റ്റ് FR വേഗം ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഏത് വേണമെന്ന് നിങ്ങൾ ലൈക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ACCA റിലേറ്റ് ആയിട്ട് എന്ത് ലൈക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈക്ക് എൻ്റെ ഇൻസ്റ്റയിൽ ലൈക്ക് മെസ്സേജ് അയക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.